നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുകയാണെന്നും കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായി ഭീകര സംഘടനയിലേക്ക് പോകുന്നതെന്നും പ്രാദേശിക TV ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജയരാജൻ പറഞ്ഞത്. ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും CPM-നും എതിരായ രൂക്ഷ വിമർശനം കൂടിയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിച്ച കാഫിർ പോസ്റ്റിന് ശേഷം വീണ്ടും വിവാദങ്ങൾ ഇപ്പോൾ ശക്തമായി. സംസ്ഥാനത്ത് IS റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് തുറന്നടിച്ചാണ് ഇസ്ലാം തീവ്ര വർഗീയതയെന്ന അപകടമാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ P ജയരാജൻ രംഗത്തെത്തിയത്. ജയരാജൻ എഴുതുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട അവതാരകന്റെ ചോദ്യത്തിനാണ് സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദം വേരൂന്നിയ കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞത്. ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുകയാണ്. അതിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള യുവാക്കൾ IS-ലേക്ക് പോകുന്നു. ഇതിനെ ഗൗരവമായി തന്നെ കാണണം. കണക്കുകൾ അടക്കം നിരത്തിയാണ് ജയരാജന്റെ തുറന്നു പറച്ചിൽ. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രീയവാദികളാണെന്നും അഭിമുഖത്തിൽ CPM മുൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കാശ്മീരിൽ കൊല്ലപ്പെട്ട കണ്ണൂരിലുള്ള 4 ചെറുപ്പക്കാരെ കുറിച്ചും ജയരാജൻ സംസാരിക്കുന്നുണ്ട്. ജയരാജന്റെ പുസ്തകങ്ങളിൽ കണ്ണൂരിലെ യുവാക്കൾ ഇസ്ലാമിക ഭീകര സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെന്നാണ് വിവരം. ഒക്ടോബറോടെ പുസ്തകം പുറത്തിറങ്ങും. പുസ്തകത്തിന് വലിയ വിമർശനം ഉണ്ടാകുമെന്നും അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ലെന്നും CPM നേതാവ് പറയുന്നു. ജനാധിപത്യ രീതിയിൽ വിമർശനം ഉണ്ടാകണം, പക്ഷെ നിലവിലെ സ്ഥിതിക്ക് മാറ്റം വേണമെന്നും ജയരാജൻ വ്യക്തമാക്കുന്നു. പിന്നാലെ പ്രതികരിച്ച് PC ജോർജ്. P ജയരാജൻ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാകെ സമ്മതിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ മൗനാനുവാദത്തിൽ നടന്ന ഈ കൊള്ള മുഴുവൻ പുറത്തു വരാൻ പോവുകയാണ്. താൻ കഴിഞ്ഞ 2 വർഷമായി പറയുന്ന കാര്യം തന്നെയാണ് P ജയരാജനും അംഗീകരിച്ചിരിക്കുന്നതെന്ന് PC ജോർജ് പറഞ്ഞു. ആത്മാർത്ഥമായാണെങ്കിലും അല്ലെങ്കിലും ഇത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ച ജയരാജന് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം പ്രീണനം അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം അതിലേറെ നഷ്ടം സഹിക്കേണ്ടി വരും. രാജ്യത്തെ സർവ്വ മേഖലയിലും IS വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു. നരേന്ദ്രമോദി അല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഇതിനു മുൻപേ ഭീകരത തഴച്ചു വളരുകയും കലാപങ്ങൾക്ക് രാജ്യം സാക്ഷിയാവുകയും ചെയ്തേനെയെന്നും അദ്ദേഹം പറഞ്ഞു. 2015 കേരളത്തിലെ IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അന്ന് അത് പുച്ഛിച്ചു തള്ളുകയായിരുന്നു. ഇതേ പ്രമേയം കൈകാര്യം ചെയ്ത കേരള സ്റ്റോറിയെ സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞ് CPM തള്ളുകയും ചെയ്തിരുന്നു. വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വർഗീയത പ്രചരിപ്പിച്ചു എന്ന CPM ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് P ജയരാജന്റെ വിമർശനം. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് CPM മൂടിവെച്ച സത്യങ്ങളാണ് ജയരാജന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഇസ്ലാമിക തീവ്രവാദത്തിനും CPM കുടപിടിക്കുകയാണെന്ന വിമർശനം കാലങ്ങളായി നിലനിൽക്കുകയാണ്. നടക്കാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ജയരാജന്റെ തുറന്നു പറച്ചിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. CPM-ൽ ഉയർന്നു വന്നിരിക്കുന്ന PV അൻവർ, KT ജലീൽ വിഭാഗം മുസ്ലിം വർഗീയ രാഷ്ട്രീയം പാർട്ടിയിൽ കൊണ്ടുവരുന്നെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാവുന്നതിനിടയിലാണ് കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് എന്ന് പാർട്ടി നേതാവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.